ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LSGSന്റെ പ്രിലിംസിലും മെയിൻസിലും വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രീൻ ടെക്നോളജി. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഈ ഗ്രീൻ ടെക്നോളജി എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇപ്പൊ ഗ്രീൻ എന്നുള്ള ആ ഒരു വേർഡ് തന്നെ വന്നാൽ നമുക്കറിയാം അത് കൂടുതലും എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഗ്രീൻ എന്നുള്ളത്. ഈ ടെക്നോളജി അതുപോലെ തന്നെ എൻവയോൺമെന്റും അത് രണ്ടും കൂടിയിട്ട് എൻവയോൺമെന്റ് എന്നുള്ള പ്രോഡക്ട്സും ടെക്നോളജിയും കൂടിയിട്ട് ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഗ്രീൻ ടെക്നോളജി. ഈ ഗ്രീൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ കെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് പണിയുന്ന സമയത്ത് നമ്മൾ അവിടെയുള്ള മരങ്ങളൊക്കെ മുറിച്ച് കളയാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് പണിയുന്നത് തന്നെ എൻവയോൺമെന്റിന് റിലേറ്റഡ് ആയിട്ടാണ്. അതായത് എൻവയോൺമെന്റ് ആയിട്ട് കുറച്ചും കൂടി അഴുകി ചേർന്നിട്ടാണ്. അതായത് ഇപ്പോ വീടുകള് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ടെറസ് പ്ലാന്റ്സ് വെക്കുന്നു. അപ്പൊ അതൊക്കെ കാണാനും നല്ല രസമാണ്. അതുപോലെ ഇപ്പൊ ഒരു ട്രെൻഡ് എന്ന് പറയുന്നതും ഇങ്ങനെയുള്ള വീടുകളാണ്. അതായത് കുറച്ച് എൻവയോൺമെന്റ് ആയിട്ട് അത്രയും കിടക്കുന്ന ക്ലോസ് ആയി കിടക്കുന്ന വീടുകളൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ എൻവയോൺമെന്റ് എന്ന് വെച്ചിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് പ്ലാന്റ്സ് വെക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ മീൻ ചെയ്യുന്നത്. ഇപ്പൊ സോളാർ പാനൽസ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എൻവയോൺമെന്റിനോട് അത്രയും ക്ലോസ്നെസ് കാണിക്കുന്നതാണ്. അതായത് ഇപ്പൊ ഒരു പൊല്യൂഷനും ഇല്ലാതെ തന്നെ ഇപ്പൊ സോളാർ പാനൽസ് വെച്ചിട്ട് ജസ്റ്റ് ആ വീടിന് മീതെ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ചിട്ട് അതിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴിയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കുറച്ചും കൂടി നല്ലൊരു ഏരിയ ആണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പോ സോളാർ പാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് LED ലൈറ്റ്സ്. LED ലൈറ്റ്സ് ഒക്കെ ഒരുപാട് ഇപ്പോ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാതെ തന്നെ ഇപ്പൊ ലൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്നതാണ് LED. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രീൻ ടെക്നോളജിയിൽ മെയിൻ ആയിട്ടും വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇപ്പം ഈ ഒരു ഗ്രീൻ ടെക്നോളജിക്ക് വേറെയും ഒരുപാട് പേരുകൾ പറയും. അതാണ് എൻവയോൺമെന്റൽ ടെക്നോളജി, ക്ലീൻ ടെക്നോളജി, അതൊക്കെ. അപ്പൊ എൻവയോൺമെന്റൽ ടെക്നോളജി എന്ന് പറയാൻ കാരണം ഇപ്പൊ ഗ്രീൻ ടെക്നോളജിയിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റിന് സസ്റ്റൈനബിലിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ ടെക്നോളജി എന്ന് ഇതിനെ നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ വേറൊരു പേരാണ് ക്ലീൻ ടെക്നോളജി. ഇപ്പൊ ക്ലീൻ ടെക്നോളജി എന്ന് വിളിക്കാൻ കാരണം ഇത് കൂടുതലും ഇപ്പം ഇതിൽ യൂസ് ചെയ്യുന്ന ഗുഡ്സ് സർവീസസ് ഒക്കെയും ഇപ്പൊ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഗുഡ് സർവീസസ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് എന്തിന് ഇപ്പൊ എനർജി യൂസേജിനെ കുറയ്ക്കും, വേസ്റ്റ് കുറയ്ക്കും, അങ്ങനെ നെഗറ്റീവ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ക്ലീൻ ടെക്നോളജി, ഇപ്പൊ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ക്ലീൻ ടെക്നോളജി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ആസ് ദ വേൾഡ് സ്ട്രൈവ്സ് ഫോർ എ low carbon, resilient and sustainable future, green technology is becoming increasingly important. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ചൂട് കൂടാൻ കാരണം തന്നെ ഗ്ലോബൽ വാർമിംഗ് ആണ്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ ആണ്. ഇപ്പൊ CFCs, ഇപ്പം നമുക്കറിയാം റെഫ്രിജറേറ്റേഴ്സ് എന്നൊക്കെ പുറത്തുവിടുന്ന CFCs, അത് കാരണം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ ഈ മീത്തേന് അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ പുറത്തോട്ട് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഭൂമിയുടെ ചൂട് കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്മർ നമ്മൾ ഇത്രയും അനുഭവിക്കുന്നത് ഈ ഒരു ഇപ്പൊ പ്ലാന്റ്സ് ഇല്ല, അങ്ങനെ സസ്റ്റൈനബിൾ അല്ല എന്നുള്ള രീതിക്ക് വരുന്നത് കൊണ്ടാണ്. അപ്പം ഇത് ഇപ്പൊ ഫ്യൂച്ചറിലുള്ള വേൾഡ് സസ്റ്റൈനബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ, റെസിലിയന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ, ഇതുപോലെ കാർബൺ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രീൻ ടെക്നോളജി ഫോളോ ചെയ്യണം. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഗ്രീൻ ടെക്നോളജി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. India has taken cautious efforts towards the development of green technology and has committed to implementing appropriate measures to mitigate climate change and reduce carbon footprint and greenhouse gas emissions. അപ്പം ഇപ്പൊ ഇന്ത്യയിൽ ചെയ്തു വരുന്ന ഒന്നാണ്, ഒന്ന് ഗ്രീൻ ടെക്നോളജി ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ കുറച്ചും കൂടി എൻവയോൺമെന്റിന് ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ പണിയുന്നു. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയും ചെയ്തു വരുന്നുണ്ട്. അതിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് അവര്
കൂടുതലായിട്ടും മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഫുട് പ്രിന്റ്സ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അവർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭാവിയിൽ വരുന്ന ഫ്യൂച്ചർ വേൾഡിനെ സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. Green technology is a broad word that refers to the application of science and technology to generate environmentally sustainable products and services. Green technology എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സയൻസും ടെക്നോളജിയും യൂസ് ചെയ്തിട്ട് ഒരു എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വേൾഡ്, അതായത് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് സർവീസസ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്രീൻ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ക്ലീൻ ടെക്. അപ്പൊ ഇതിനെ നമുക്ക് എൻവയോൺമെന്റൽ ടെക് എന്നോ അല്ലെങ്കിൽ ക്ലീൻ ടെക് എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞു. വിച്ച് റെഫേഴ്സ് ടു ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് ഇൻക്രീസ് ഓപ്പറേഷണൽ പെർഫോമൻസ്. അതായത് ഇവരും ഈ ക്ലീൻ ടെക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ്സും സർവീസസും ഒക്കെ ഉണ്ടാക്കുന്നു. അവര് നല്ല ഓപ്പറേഷൻ പെർഫോമൻസ് നന്നായിട്ട് നടത്തും. പക്ഷെ അവിടെ എന്താണുള്ളൂ, ബൈ ലോവറിംഗ് കോസ്റ്റ്, റെഡ്യൂസ് എനർജി യൂസേജ്, വേസ്റ്റേജ്, അതുപോലെ തന്നെ ഡിക്രീസ് നെഗറ്റീവ് എൻവയോൺമെന്റൽ ഇഫക്ട്സ്. ഇവര് ക്ലീൻ ടെക് വഴി ഉണ്ടാക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവര് നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ലോ കോസ്റ്റ് ആയിരിക്കും, എനർജി യൂസേജ് കുറവായിരിക്കും, വേസ്റ്റേജ് കുറവായിരിക്കും, അതുപോലെ തന്നെ നെഗറ്റീവ് എൻവയോൺമെന്റ് ഇഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ക്ലീൻ ടെക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയും എൻവയോൺമെന്റിന് അത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഗ്രീൻ ടെക്നോളജീനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മുടെ വേൾഡ് ഇപ്പൊ പോവാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേൾഡ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഇനി ഗ്രീൻ ടെക്നോളജീസ് കവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെക്നോളജീസ് ദാറ്റ് അസിസ്റ്റ് ഇൻ റെഡ്യൂസിങ് ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഓൺ ദ എൻവയോൺമെന്റ് ആൻഡ് ഫോസ്റ്ററിങ് ലോങ് ടേം ഗ്രോത്ത്. അതായത് ഇപ്പം ഈ ഗ്രീൻ ടെക്നോളജീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടെക്നോളജീസ് ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ അഗ്രികൾച്ചർ ഫീൽഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പം സോളാർ അതൊക്കെയും യൂസ് ചെയ്യുന്ന സമയത്ത് ഫിസിക്സിലെ കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡ് വരുന്നത്, അപ്പോൾ ആർക്കിടെക്ചർ അങ്ങനത്തെ ഫീൽഡ് ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ ടെക്നോളജീസ് ഒരുപാട് യൂസ് ചെയ്തിട്ടാണ് ഗ്രീൻ ടെക്നോളജി നടക്കുന്നത്. അതുപോലെ തന്നെ റെഡ്യൂസ് ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഓൺ എൻവയോൺമെന്റ്, എൻവയോൺമെന്റ് നശിപ്പിക്കുന്നതിന്റെ ആ ഒരു പ്രവണത കുറയ്ക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഫോസ്റ്ററിങ് ലോങ് ടേം ഗ്രോത്ത്, അതുപോലെ തന്നെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് എത്തിക്കാനായിട്ട് പറ്റും, സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടി പറ്റും. ദ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ഫോർ ഗ്രീൻ ടെക്നോളജി ആർ സോഷ്യൽ ഇക്വിറ്റബിലിറ്റി. അതായത് ഇതിന് ഇപ്പം ഈ ഗ്രീൻ ടെക്നോളജിക്ക് വേണ്ട ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സോഷ്യൽ ഇക്വിറ്റബിലിറ്റി ആണ്, പിന്നെ എക്കണോമിക് ഫീസിബിലിറ്റി, പിന്നെ സസ്റ്റൈനബിലിറ്റി. ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ഫോർ ഗ്രീൻ ടെക്നോളജി. ഏതൊക്കെയാണ്? സോഷ്യൽ ഇക്വിറ്റബിലിറ്റി, എക്കണോമിക് ഫീസിബിലിറ്റി, സസ്റ്റൈനബിലിറ്റി. ഇനി ഇന്ത്യസ് കറന്റ് പുഷ് ഫോർ റിന്യൂവബിൾ എനർജീസ് ആൻഡ് ഗ്രീൻ ടെക്നോളജി such as solar, wind and nuclear power can go a long way in aiding the country's success story. അതായത് ഇപ്പോ ഇന്ത്യയിൽ ഇതുപോലുള്ള റിന്യൂവബിൾ എനർജീസ് അതുപോലെ ഗ്രീൻ ടെക്നോളജിക്കൊക്കെയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് സോളാർ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, പിന്നെ അതുപോലെ തന്നെ വിൻഡ് യൂസ് ചെയ്യുക എനർജിക്ക്, ന്യൂക്ലിയർ പവർ യൂസ് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ വേസ്റ്റേജ് കുറയ്ക്കാനും പറ്റും, നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള എല്ലാത്തരം എനർജീസ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിക്കാണ് ഇന്ത്യ ഇപ്പൊ പോകുന്നത്. ഇനി ഇപ്പൊ ഈ ഗ്രീൻ എന്ന ഒരു വേർഡ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഗ്രീൻ ഇപ്പം ഈ അഗ്രികൾച്ചർ ഫീൽഡിലോട്ട് കുറച്ചും കൂടി അതിനൊരു ഇൻവോൾവ്മെന്റ് കൊടുത്തത് അല്ലെങ്കിൽ അത്ര ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയത് ഒരാളാണ്, അതായത് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ. അപ്പം അദ്ദേഹം വന്നതിന് ശേഷമൊക്കെയാണ് അഗ്രികൾച്ചർ ഫീൽഡ് ഇത്രയും ഇംപ്രൂവ്ഡ് ആയതും അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചറിന് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നു. പിന്നെ ഗോൾ ഓഫ് ദ ഗ്രീൻ ടെക്നോളജി. ഗ്രീൻ ടെക്നോളജിയുടെ ഗോൾ എന്താണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. ദ ഗോൾ ഈസ് ടു സേഫ് ഗാർഡ് ദ എൻവയോൺമെന്റ്, heal past environmental damage and conserve the earth's natural resources. അതായത് ഇപ്പൊ ഗ്രീൻ ടെക്നോളജിയുടെ ഗോൾ എന്ന് പറയുന്നത് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ പാസ്റ്റ് എൻവയോൺമെന്റൽ ഡാമേജസ്. ഇപ്പം നമ്മൾ ഒരുപാട് എൻവയോൺമെന്റൽ ഡാമേജസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അതിനെ ഹീൽ ചെയ്യാവുന്ന, ഇപ്പം നമുക്കറിയാം കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം, അങ്ങനെയുള്ള രീതികൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൺസേർവ് ദ എർത്ത് നാച്ചുറൽ റിസോഴ്സസ്, ഓൾറെഡി ഉള്ള നാച്ചുറൽ റിസോഴ്സസിനൊക്കെയും തന്നെ കൺസേർവ് ചെയ്ത് വെക്കാം. അതൊക്കെയാണ് ഈ ഒരു
ഗ്രീൻ ടെക്നോളജി എന്നുള്ള ആ ഒരു ബ്രാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഗ്രീൻ ടെക്നോളജി കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ നമുക്കറിയാം ഏത് ടെക്നോളജി കൊണ്ടുവന്നാലും അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാകും. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നമുക്കറിയാവുന്ന ഒന്നാണ് എനർജി സെക്ടർ. Power generation is the field where green technology has the potential to make a difference. Green energy such as solar PV, PV എന്ന് ഉദ്ദേശിക്കുന്നത് photovoltaic എന്നാണ്. Biogas generation, wind power can provide additional job possibilities and be successfully implemented to provide energy solutions to communities in remote places. അതായത് ഇപ്പൊ എനർജി സെക്ടർ, എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ഗ്രീൻ ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജ്. അതായത് ഇപ്പം നമുക്കറിയാം സോളാർ എനർജിയിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് സോളാർ PVC യൂസ് ചെയ്താൽ മതി. അവിടെ ആകുമ്പോൾ കോസ്റ്റും കുറവാണ്, നമുക്ക് ആവശ്യത്തിനുള്ള എനർജിയും കിട്ടും. അതുപോലെ തന്നെ അവിടെ പൊല്യൂഷൻ അങ്ങനെ ഒന്നും തന്നെ കോസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ ബയോഗ്യാസ് ജനറേഷൻ, ബയോഗ്യാസ് പ്ലാന്റ്സ് ഒക്കെയും നല്ല യൂസ്ഫുൾ ആണ്. വേസ്റ്റ് മാത്രം ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോഗ്യാസ് അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വിൻഡ് പവർ, വിൻഡ് മിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വഴി ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ എനർജി പ്രോബ്ലംസ് അല്ലെങ്കിൽ എനർജി കിട്ടുന്നില്ല, എനർജി അത്യാവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ വിൻഡ് മിൽസ്, അതുപോലെ തന്നെ സോളാർ PVs, ബയോഗ്യാസ് ജനറേഷൻസ്, ഇതൊക്കെയും പണ്ട് ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒന്നായിട്ട് മാറി. ദെൻ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ഇൻപുട്ട് കോസ്റ്റ്. ഇൻപുട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തു. അതായത് ഇപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് കോസ്റ്റ് മുടക്കണം. അപ്പൊ ആ ഇൻപുട്ട് കോസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യില്ല. അപ്പം അതിനെന്ത് ചെയ്യുക, ഇൻപുട്ട് കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആളുകളെല്ലാം എന്ത് ചെയ്യുള്ളൂ, ഒരു ഗ്രീൻ ടെക്നോളജി യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു ഇൻപുട്ട് കോസ്റ്റ് കുറച്ചു. One of the primary objective of any company is to cut cost on the input side. ഏത് കമ്പനി ആയാലും ഏത് ടെക്നോളജി ആയാലും ഏറ്റവും ഫസ്റ്റ് ഇൻപുട്ട് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഗ്രീൻ ടെക്നോളജി സച്ച് ആസ് ഗ്രീൻ ബിൽഡിംഗ്സ്, എനർജി എഫിഷ്യൻസി മെഷേഴ്സ് ആൻഡ് ഗ്രീൻ മാനുഫാക്ചറിംഗ് among others have been identified as energy and resource savers. This not only assist firms in lowering their input cost, but it also allows them to fulfill their social duties. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗ്രീൻ ബിൽഡിങ്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ എനർജി എഫിഷ്യൻസി മെഷേഴ്സ്, ഇപ്പൊ വിൻഡ് മിൽസ് ആവാം, സോളാർ PVs ആവാം, ബയോഗ്യാസ് പ്ലാന്റ്സ് ആവാം, അതുപോലെ ഗ്രീൻ മാനുഫാക്ചറിങ്, അങ്ങനെ എന്ത് രീതിയിൽ നമ്മൾ ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാലും അതിൻ്റെയൊക്കെ ഇൻപുട്ട് കോസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ സാധാരണക്കാർക്കായാൽ പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്രയും പ്രോഫിറ്റബിളും ആയിരിക്കും. ദെൻ മാനുഫാക്ചറിംഗ് സെക്ടർ. Green manufacturing can provide considerable benefits to manufacturing companies. Green technology in the manufacturing field can help reduce waste and pollution by modifying production and consumption habits. This not only decreases a product's environmental footprint, but it also makes production a more environmentally friendly and cost-effective activity because inputs from the source are decreased by this side. അതായത് ഇപ്പൊ മാനുഫാക്ചറിങ് സെക്ടർ, അതായത് മാനുഫാക്ചറിങ് ആ ഒരു ഫീൽഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ മാനുഫാക്ചറിങ് കമ്പനീസിനൊക്കെയും ബെനിഫിറ്റ്സ് കൂടുതലാണെന്നുണ്ടെങ്കിലും അവരുടെ ഇൻപുട്സ് കുറവായിരിക്കും, ഇൻപുട്ട് കോസ്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ അവർ വേസ്റ്റ് ഉണ്ടാക്കുന്ന അത് റെഡ്യൂസ്ഡ് ആയിരിക്കും. പൊല്യൂഷൻ അവർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നില്ല, പൊല്യൂഷനും കുറവായിരിക്കും. അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പം ഇത് കൂടുതലും ഇപ്പോ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇവര് ഉണ്ടാക്കുന്നത്, മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. കോസ്റ്റ് ഇഫക്റ്റീവും ആണ്. ഇപ്പൊ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇവിടെ വരുന്നത്, എൻവയോൺമെന്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഇവർ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ദെൻ ട്രിക്കിൾസ് ഇഫക്റ്റ്. The fact is that
all green technologies take into account the demand of both people and environment. നമുക്കറിയാം ഗ്രീൻ ടെക്നോളജി എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് പീപ്പിളും എൻവയോൺമെന്റും തമ്മിലുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റ് നീഡ്സും നടക്കണം, പീപ്പിളിന്റെ ഡിമാൻഡ്സും നടക്കണം. അപ്പം രണ്ടുപേരുടെയും പീപ്പിളിന്റെ ആയാലും എൻവയോൺമെന്റിന്റെ ആയാലും ഡിമാൻഡ്സ് ഒരുമിച്ച് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രീൻ ടെക്നോളജിയിൽ ചെയ്യുന്നത്. So it's no surprise that success in one area leads to success in others. അപ്പം ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പം പീപ്പിളിന്റെയും എൻവയോൺമെന്റിന്റെയും ഡിമാൻഡ്സ് രണ്ടും മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ട്രിക്കിൾ ഇഫക്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എപ്പോഴും നമുക്കറിയാം ടെക്നോളജീസ് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നാലും ഏറ്റവും ഫസ്റ്റ് ഇത് ഹയർ ക്ലാസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ല ഹയർ ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സക്സസ്ഫുൾ ആയി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലോവർ ക്ലാസ്സും എന്ത് ചെയ്യും, ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും, ഹയർ ക്ലാസ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പൊ ഇതെന്താണ്, ഇപ്പം ലോവർ കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാ പീപ്പിളിലെ ഇപ്പം ഏത് നിലയിൽ നിൽക്കുന്ന ആളായാലും ഫിനാൻഷ്യലി ഏത് രീതിയിലായാലും അവർക്കൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ഹാവ് എംപ്ലോയ്ഡ് ഓൾട്ടർനേറ്റീവ് ഗ്രീൻ പവർ പ്രൊഡക്ഷൻ മെത്തേഡ്സ് to not only meet their personal energy demands but also sell their energy to the grid, result in the large profit. അതായത് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ സോളാർ പാനൽ വെച്ചു നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് മാത്രമാണ് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ പാടുള്ളൂ എന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഏർണിങ്സും ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. Approach of green farming. Green farming methods have been shown to be both healthier for humans and productive for soil. ഗ്രീൻ ഫാമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഹ്യൂമൻസിന് ഹെൽത്തിയർ ആയിട്ടുള്ള ക്രോപ്സ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, സോയിലിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പോവാതെയുള്ള അഗ്രികൾച്ചർ ആണ് അല്ലെങ്കിൽ കൾട്ടിവേഷൻ ആണ് ഗ്രീൻ ഫാമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ടു ഇനോർഗാനിക് ഫാമിംഗ് അപ്രോച്ചസ് which resulted in a decline in production after a given amount of time. Green farming leads to increased productivity over long periods of time. ഇപ്പൊ പണ്ട് ചെയ്തിരുന്നത് കെമിക്കൽ ഫാമിംഗ് ആണ്, കെമിക്കൽസ് ആണ് ഫെർട്ടിലൈസർ ഒക്കെ ആയിട്ടൊക്കെയും കൊടുത്തിരുന്നത്. അപ്പൊ അവിടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഈൽഡ് ആ ഒരു സമയത്ത് ഉണ്ടെങ്കിലും പിന്നീട് ഈൽഡ് ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ ഫാമിംഗ് ആണ് ചെയ്തു വരുന്നത്. ദെൻ helps in creating avenues. Green technology has the potential to create new industries that were previously unimagined, especially at a time when the economy is slowing. അതായത് ഇപ്പൊ ഗ്രീൻ ടെക്നോളജി പുതിയ പുതിയ അവന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ന്യൂ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുന്നത് പണ്ട് അൺഇമാജിൻഡ് ആണ്, അതായത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് ഈ ഒരു ഗ്രീൻ ടെക്നോളജി കൊണ്ട് അതെല്ലാം സ്ലോയിങ്ലി എന്താണ് ഇപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീവിയസ്ലി വേസ്റ്റ് മാനേജ്മെന്റ് വാസ് റെസ്ട്രിക്റ്റഡ് ടു ഗാർബേജ് ഡംപിങ്. ആദ്യം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാർബേജ് ഡംപിങ് ആണ്. അതൊരിക്കലും ട്രീറ്റ്മെന്റ് വഴി അതിനെ ഡിസ്പോസ് ചെയ്ത് കളയാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. ഇൻ സൗത്ത് ഏഷ്യ അലോൺ വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് ഓൾറെഡി $25 ബില്യൺ ഡോളർ ബിസിനസ്. അതായത് സൗത്ത് ഏഷ്യയിൽ മാത്രം വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് $25 ബില്യൺ ബിസിനസ് ആണ്. ആസ് എ റിസൾട്ട് ദ എൻവയോൺമെന്റ് വിൽ ബി ക്ലീൻഡ് അപ്പ്, ജോബ്സ് വിൽ ബി ക്രിയേറ്റഡ്, ടോക്സിക് ആൻഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് ദർ വിൽ ബി ന്യൂമറസ് ബെനിഫിറ്റ്സ്. അതായത് ഇപ്പൊ സൗത്ത് ഏഷ്യയിലൊക്കെയും ഇങ്ങനെ ഡംപിങ്ങും കാര്യങ്ങളൊക്കെയും അതായത് വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നത് ഇപ്പൊ സൗത്ത് ഏഷ്യയിലാണ് കൂടുതലായിട്ട് നടക്കുന്നത്. പക്ഷെ അവരുടെ വരുമാനം എന്ന് പറയുന്നത് $25 ബില്യൺ ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പുതിയ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ എൻവയോൺമെന്റ് ക്ലീൻ അപ്പ് ചെയ്യുന്നുണ്ട് അവര്, അതുപോലെ തന്നെ ടോക്സിക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെ കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂമറസ് ബെനിഫിറ്റ്സ് ഒക്കെയും ഈ വേസ്റ്റ് മാനേജ്മെന്റ് വഴി കിട്ടുന്നുണ്ട്. പക്ഷെ പണ്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡംപ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അറിയണ്ടായിരുന്നുള്ളൂ. ഇതിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്ത് കളയാമെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. അപ്പം അത് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ വന്നു. അത് യൂസ് ചെയ്തിട്ട് സൗത്ത് ഏഷ്യൻസ് അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. Then benefits in rural sector.
ഗ്രീൻ ടെക്നോളജി ഹാവ് പൊട്ടൻഷ്യൽ ടു ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഇപ്പൊ നമുക്കറിയാം ഏതൊരു പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്താലും അത് ഹയർ ക്ലാസ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നതിന് അത്രയും പ്രോഫിറ്റ് കിട്ടില്ല. അത് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ്, ലോക്കൽ കമ്മ്യൂണിറ്റീസിനായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതിന് എന്ത് ചെയ്യുന്നുള്ളൂ, റീച്ച് കിട്ടുള്ളൂ, അതുപോലെ തന്നെ അതിന് പ്രോഫിറ്റും കിട്ടുള്ളൂ. ദ പ്രൊവിഷൻ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്സ് ടു റൂറൽ ഫാമിലീസ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു എംപവർ കമ്മ്യൂണിറ്റീസ് ആൻഡ് ബൂസ്റ്റ് പ്രൊഡക്ഷൻ. അതായത് ഇപ്പൊ ഈ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒക്കെ കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്തത് റൂറൽ ഏരിയാസിലെ ഹൗസസിലാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള വേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അവിടെയാണ് ഇതൊക്കെ കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. ഇറ്റ് വാസ് സീൻ ഡ്യൂറിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോളാർ ലാന്റേൺസ് ആസ് പാർട്ട് ഓഫ് സെവറൽ പ്രോഗ്രാംസ് സച്ച് ആസ് ദ TERIs, Terry's ലൈറ്റിംഗ് എ ബില്യൺ ലീവ്സ് ക്യാമ്പയിൻ. അപ്പൊ ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ സോളാർ ലാന്റേൺസ് ഒക്കെ എന്ത് ചെയ്തത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട്. ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് പീപ്പിൾ ഹാവ് ബെനിഫിറ്റഡ് ഫ്രം ഇറ്റ് ബൈ നോട്ട് ജസ്റ്റ് യൂസിങ് ബട്ട് ഓൾസോ ട്രേഡിംഗ് ദ ഔട്ട്പുട്ട്സ്. അതായത് ഇവർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഇതിനെ ട്രേഡ് ചെയ്യുന്നത് വഴിയും ഒരുപാട് ഔട്ട്പുട്ട്സ് കിട്ടുന്നുണ്ട്, ഏർണിങ്സ് കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് റൂറൽ സെക്ടറിന്. അപ്പൊ ഇതെന്താണ്, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് ഈ ഗ്രീൻ ടെക്നോളജിയുടെ എക്സാമ്പിൾസ്, അതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു സോളാർ പാനൽസ് ഒക്കെയാണ് ഇതിന്റെ ഇപ്പം എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞത്. അതൊക്കെ തന്നെയാണ് വരുന്നത്. LED lighting. There is a significant increase in efficiency by avoiding incandescent lighting. Traditional incandescent light bulbs use more energy than LED light bulbs. അതായത് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻകാൻഡിസെന്റ് ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ബൾബിനൊക്കെ ഒരുപാട് എനർജി വേണം അത് ലൈറ്റ് ചെയ്യാൻ. പക്ഷെ LED ലൈറ്റ് അല്ലെങ്കിൽ ആ ബൾബ് യൂസ് ചെയ്യുന്നത് വഴി എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. LED lights are used outside of pure visual assistance. Moreover, they are used in vertical farming and even in the fight against malaria. ഈ LED യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു വിഷ്വൽ അസിസ്റ്റൻസ് തന്നെയാണ് ഈ ഒരു ഇൻകാൻഡിസെന്റ് ലൈറ്റിന്റെ പോലെ തന്നെ. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫാമിങ്ങിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, മലേറിയക്കെതിരായിട്ട് ഇത് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. Then wind energy. Wind energy harvesting is an excellent example of green technology in action. Wind energy is frequently connected with a wind farm. അതായത് വിൻഡ് മില്ല് അല്ലെങ്കിൽ വിൻഡ് ഫാം ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് ഈ വിൻഡ് എനർജി. വിൻഡ് എനർജിനെ എന്തായിട്ട് മാറ്റുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. സ്മോൾ സ്കെയിൽ വിൻഡ് മിൽസ് ഓൺ ദ അതർ ഹാൻഡ് ആർ എ ഗ്രേറ്റ് വേ ടു ഇൻകോർപ്പറേറ്റ് ഗ്രീൻ ടെക്നോളജി ഇൻ ടു എ ഹോം. അതായത് സ്മോൾ സ്കെയിൽ വിൻഡ് മിൽസ് ഹോമിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാവുമ്പോൾ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. അതായത് ഇപ്പൊ ഗ്രീൻ ടെക്നോളജി ആയിട്ട് കുറച്ചും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്മോൾ സ്കെയിൽ വിൻഡ് മിൽസ് യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിൻഡ് എനർജി എന്നുള്ളതും ഇതിനൊരു എക്സാമ്പിൾ ആണെങ്കിൽ വിൻഡ് മിൽസ് എന്നുള്ളതും ഇതിനൊരു എക്സാമ്പിൾ ആണ്. വിൻഡ് നെക്സ്റ്റ് സോളാർ പാനൽസ്. സോളാർ പാനൽസ് ഹാവ് ബിക്കം എ വിയബിൾ ഓപ്ഷൻ ഡ്യൂ ടു ഡിക്രീസ്ഡ് പ്രൈസിംഗ് ആൻഡ് മോണിറ്ററി ഇൻസെന്റീവ്സ് സച്ച് ആസ് ടാക്സ് ക്രെഡിറ്റ്സ് ഇൻ മെനി ലൊക്കേഷൻസ്. അതായത് ഈ ടാക്സിന്റെ കുറവ് ഉണ്ടായിരിക്കും ഈ ഒരു സോളാർ പാനൽ വെക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ പ്രൈസിൽ കുറച്ച് ഡിക്രീസ്ഡ് ആണ് പ്രൈസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇൻസെന്റീവ് കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള സോളാർ പാനൽസ് യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആണെന്നാണ് പറയുന്നത്. ഈവൻ എ സിംഗിൾ സോളാർ വാട്ടർ ഹീറ്റർ സേവ്സ് എ ലോട്ട് ഓഫ് എനർജി. ഒരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു സിംഗിൾ സോളാർ വാട്ടർ ഹീറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എനർജി അവിടെ സേവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. As solar energy is extremely efficient, any losses can be recouped very quickly. അതായത് സോളാർ എനർജി ഇത്രയും എക്സ്ട്രീംലി അല്ലെങ്കിൽ എഫിഷ്യന്റ്ലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലോസസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. പ്രോഗ്രാമബിൾ ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രോഗ്രാമബിൾ തെർമോസ്റ്റാറ്റ്സ്. എ ലോ കോസ്റ്റ് ഗ്രീൻ ടെക്നോളജി സൊല്യൂഷൻ ഈസ് പ്രോഗ്രാംഡ് തെർമോസ്റ്റാറ്റ്സ്. അതായത് പ്രോഗ്രാംഡ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഒരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ ടെക്നോളജിയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. വിത്ത് എ പ്രോഗ്രാമബിൾ തെർമോസ്റ്റാറ്റ് you can set a schedule and have the temperature automatically adjust to your comings and goings. അതായത്
ഈ ഒരു പ്രോഗ്രാമബിൾ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. കോൺസിക്വന്റ്ലി സേവിങ് ബോത്ത് എനർജി ആൻഡ് മണി ആയാലും എനർജി ആയാലും രണ്ടും സേവ് ചെയ്യുന്നുണ്ട്. The ability to monitor and modify temperature remotely is an additional benefit of a smart thermostat. അതായത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചറിനെ അത് എന്ത് ചെയ്യും, ഈ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും, മണിയും എനർജിയും സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇപ്പൊ ബെനിഫിറ്റ്സ് ആയാലും കൂടുതലാണെന്നാണ് പറയുന്നത്. Then vertical farming. It is the process of growing vegetables vertically rather than horizontally in stacked layers. അതായത് ഇപ്പൊ ഫാമിംഗ് നടത്തുന്നത്, ഇപ്പൊ വെജിറ്റബിൾസ് ഒക്കെ ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കുന്നത് കുറച്ച് വെർട്ടിക്കൽ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണെന്നാണ് പറയുന്നത്. കുറച്ചും കൂടി പ്രോഡക്ട്സ് ഉണ്ടാക്കാനും വേണ്ടി പറ്റും. അത്രയും എനർജി ഒന്നും ലോസ്റ്റ് ആവില്ല. ഇൻക്രീസ്ഡ് സസ്റ്റൈനബിലിറ്റി ഈസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് വെർട്ടിക്കൽ ഫാമിംഗ്. Some vertical farming steps don't even require soil and they save a lot of water. അതായത് വെർട്ടിക്കൽ ഫാമിംഗ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അവിടെ സോയിൽ അത്രയും ആവശ്യമില്ല, അല്ലെങ്കിൽ സോയിൽ കുറച്ച് മതി. അതുപോലെ തന്നെ വാട്ടറും അത്ര തന്നെ കുറച്ച് ഉണ്ടായാലും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്നും പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഈൽഡ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ വെർട്ടിക്കൽ ഫാമിംഗ് കുറച്ചും കൂടി ഇപ്പൊ ഹൊറിസോണ്ടൽ ഫാമിങ്ങിനേക്കാളും നല്ലതാണ്. Then green architecture. It allows buildings to be built in such a manner that they take use of available natural light while also providing enough insulation to reduce energy usage. അതായത് ഇപ്പൊ ഗ്രീൻ ആർക്കിടെക്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽഡിങ്സ് ഒക്കെ എൻവിയോൺമെന്റിനെ അത്രയും ക്ലോസ്നെസ് ആയിട്ട് ബിൽഡ് ചെയ്യുക, ഗ്രീൻ ബിൽഡിങ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നാച്ചുറൽ ലൈറ്റിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനർജി യൂസേജ് കുറയ്ക്കുന്നുണ്ട്, വേസ്റ്റേജും ഉണ്ടാവുന്നില്ല. സച്ച് കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് വിൽ സേവ് എനർജി ഇൻ ലൈറ്റിംഗ് ആൻഡ് റിമൂവ് ദ നീഡ് ഫോർ ഹീറ്റിംഗ് ബൈ ലിമിറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ലോസ് ടു ദ ഔട്ട്സൈഡ്. അതായത് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഗ്രീൻ ബിൽഡിങ്സ് ഒക്കെ ഇപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ലൈറ്റിങ്ങിന്റെ കേസിൽ അത്രയും എനർജി സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബൾബൊക്കെ ഇടേണ്ട ആവശ്യമില്ല, കൂടുതലും നാച്ചുറൽ ലൈറ്റ് തന്നെയാണ്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്രീൻ ബിൽഡിങ്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ remove the need for heating by limiting the quantity of heat lost to the outside. ഹീറ്റ് ലോസ്റ്റ് അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഗ്രീൻ ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ലൈറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ബിൽഡിങ്സ് വരുന്നത്. അപ്പൊ ലൈറ്റ് അത്രയും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പൊ തന്നെ എനർജി യൂസേജ് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഗ്രീൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ടെക്നോളജിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ദെൻ ഇത്രയും പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഗ്രീൻ ടെക്നോളജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻവിയോൺമെന്റിൽ നിന്നുള്ള ഗുഡ്സ് സർവീസസ് ഒക്കെ യൂസ് ചെയ്യുക, അതും എൻവിയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതും ഓർത്ത് വെക്കാം. ഇനി huge capital expenditure is required to attain the ambitious targets set by India on the international stage by applying green technologies. However, there is a problem regarding storage of renewable energy sources. Recently, the Power Ministry has released a comprehensive framework for promoting and developing energy storage facilities. This problem can be solved by successful public-private cooperation. അതായത് ഇപ്പം ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹ്യൂജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒക്കെയാണ് കൂടുതലായിട്ടും വരും ഏതൊരു ടെക്നോളജി പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. പക്ഷെ ഇവിടെ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ഒക്കെ ഉണ്ടാക്കുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ വന്നിട്ടുള്ള നഷ്ടം നികത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കുറച്ചും കൂടി മുൻഗണന കൊടുക്കുന്നത്. എനർജി കുറയ്ക്കുക, എനർജി യൂസേജ് കുറയ്ക്കുക. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി നല്ലൊരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പം ഇവിടെ പബ്ലിക്കും പ്രൈവറ്റും കോർപ്പറേഷൻ രണ്ടിന്റെയും കോർപ്പറേഷൻ കൂടിയിട്ടാണ് ഈ ഗ്രീൻ ടെക്നോളജി നടന്നുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് മാത്രമല്ല, പ്രൈവറ്റ് സെക്ടേഴ്സും ഇതിന് ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഹെൻസ് എക്സ്പേർട്സ് റെക്കമെൻഡ് policy certainty and preparation to give investors a safe place with equal emphasis on solar, wind, and hydrogen energy sources. As a result, an integrated approach to increasing business and possibilities while maintaining a sustainable environment would be developed. അതായത്
എക്സ്പേർട്സ് ഇങ്ങനെയൊക്കെയും ഒരുപാട് ഗ്രീൻ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോളാർ വിൻഡ് അങ്ങനെയുള്ള ഹൈഡ്രോജൻ എനർജി സോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരുപാട് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് പീപ്പിളിനും കിട്ടുന്നുണ്ട്, എൻവയോൺമെന്റിനും കിട്ടുന്നുണ്ട്. അതുപോലെ വേസ്റ്റേജ് ഓഫ് ടൈമോ എനർജിയോ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടുപേർക്കും, പീപ്പിൾ ആയാലും എൻവയോൺമെന്റ് ആയാലും രണ്ടിനും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. ദെൻ ഇപ്പം ഈ ഒരു ഗ്രീൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത് വഴി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് ഗ്രീൻ ടെക്നോളജിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സസ്റ്റൈനബിൾ ആക്കുക, അങ്ങനെ സസ്റ്റൈനബിലിറ്റി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. അതൊക്കെയാണ് ഗ്രീൻ ടെക്നോളജിയുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു, അപ്പൊ അതിലൂടെയൊക്കെയും ഇങ്ങനെ സസ്റ്റൈനബിൾ ആക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഒന്നുകൂടി ഓവർവ്യൂ പോവാം. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രീൻ ടെക്നോളജി എന്നുള്ളത്. ഗ്രീൻ ടെക്നോളജിക്ക് തന്നെ നമ്മൾ രണ്ട് പേര് പറയും, എൻവയോൺമെന്റൽ ടെക്നോളജി, ക്ലീൻ ടെക്നോളജി എന്നുള്ളത്. അത് എൻവയോൺമെന്റൽ ടെക്നോളജി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റിനായിട്ട് അത്രയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിക് ഫീൽഡ് ആണ്. ക്ലീൻ ടെക് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെയും പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല, ലോ കോസ്റ്റ് ആണ്, ഇപ്പൊ എനർജി യൂസേജ് കുറവാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ക്ലീൻ ടെക്നോളജി എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഗ്രീൻ എന്ന വേർഡ് വരുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യമായിരിക്കും ഗ്രീൻ റവല്യൂഷൻ എന്നുള്ളത്. നമുക്കറിയാം അഗ്രികൾച്ചർ ഫീൽഡിൽ ഇത്രയും ഇംപ്രൂവ്മെന്റ്സ് വരാൻ കാരണം MS സ്വാമിനാഥനാണ്, ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഫീൽഡിൽ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ഗ്രീൻ ടെക്നോളജിയുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള റെസിലിയന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എർത്തിന്റെ നാച്ചുറൽ റിസോഴ്സസ് എന്ത് ചെയ്യണം, കൺസേർവ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഗ്രീൻ ടെക്നോളജിയുടെ ഗോൾസ് എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു, എനർജി സെക്ടർ എനർജി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ഇൻപുട്ട് കോസ്റ്റ് കുറവാണ്. മാനുഫാക്ചറിങ് സെക്ടർ, മാനുഫാക്ചറിങ് ഫീൽഡ് നോക്കുമ്പോൾ അവരുണ്ടാക്കുന്നതിന് അത്രയും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിക്കിൾസ് ഇഫക്റ്റ്, ഇപ്പൊ ഹയർ ക്ലാസ് ആണ് ഏറ്റവും ഫസ്റ്റ് ഇത് യൂസ് ചെയ്ത് തുടങ്ങുക, പക്ഷെ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ലോവർ ക്ലാസ്, അങ്ങനെ ഇത് എല്ലാവരിലോട്ട് എത്തുന്നുണ്ട്. അപ്രോച്ച് ഓഫ് ഗ്രീൻ ഫാമിങ്ങിനോട് കുറച്ചും കൂടി നല്ല രീതിക്ക് അത് കുറച്ചും കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള അതിന്റെ ഇമ്പോർട്ടൻസ് അതൊക്കെയും പറയുന്നത് ഈ ഒരു ഗ്രീൻ ടെക്നോളജിയാണ്. ഗ്രീൻ ഫാമിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് അവന്യൂസ്, ഇപ്പൊ പുതിയ പുതിയ അവന്യൂസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ന്യൂ ഇൻഡസ്ട്രീസ് ഒക്കെ വരാന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഗ്രീൻ ടെക്നോളജിയുടെ. ദെൻ ബെനിഫിറ്റ്സ് ഇൻ റൂറൽ സെക്ടറിൽ ഇപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അർബൻ സെക്ടറിലൊക്കെയാണ് ഒരുപാട് ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും റൂറൽ സെക്ടറിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബെനിഫിറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഗ്രീൻ ടെക്നോളജി, ഏറ്റവും ഫസ്റ്റ് LED ലൈറ്റ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് LED ലൈറ്റ്സ് ഇതിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പം ഇൻകാൻഡിസന്റ് ലൈറ്റ്സ് നമുക്കറിയാം ഒരുപാട് എനർജി യൂസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, കത്തുന്നത്. അപ്പം അതിനേക്കാളൊക്കെ നല്ലത് LED ലൈറ്റ്സ് ആണ്. അപ്പൊ എനർജി കുറവാണ് വേണ്ടത്, അതുപോലെ തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. ദെൻ വിൻഡ് എനർജി, അതായത് വിൻഡ് മിൽസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ വിൻഡ് എനർജി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോളാർ പാനൽസും ഇതുപോലെ തന്നെ ഇപ്പൊ എനർജി കൺസംഷനെ കുറയ്ക്കാൻ വേണ്ടി, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് സോളാർ പാനൽസ്. പ്രോഗ്രാമബിൾ തെർമോസ്റ്റാറ്റ്സ്, അതായത് നമ്മുടെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രോഗ്രാമഡ് തെർമോസ്റ്റാറ്റ്സ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് വഴി എനർജി നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അതിൽ നിന്ന് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വെർട്ടിക്കൽ ഫാമിംഗ്, ഇവിടെ സോയിലും വാട്ടറും കുറവാണ് വേണ്ടു. അക്കോർഡിംഗ് ടു ട്രഡീഷണൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ട്രഡീഷണൽ ഫാമിംഗ് വെച്ച് നോക്കുമ്പോൾ വെർട്ടിക്കൽ ഫാമിങ്ങിൽ സോയിലും വാട്ടറും കുറച്ച് കുറവ് മതി എന്നാണ് പറയുന്നത്. ദെൻ ഗ്രീൻ ആർക്കിടെക്ചർ, അതായത് ഏതൊരു ബിൽഡിംഗ് പണിയുമ്പോഴും അപ്പൊ അതിൽ നാച്ചുറൽ ലൈറ്റിനെ തന്നെ ഫോക്കസ് ചെയ്ത് വീട് പണിയുക അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയാന്നുള്ള ഇതുണ്ടെങ്കിൽ അതിൽ എനർജി യൂസേജ് അത്രയും കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഗ്രീൻ ആർക്കിടെക്ചർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഗ്രീൻ ടെക്നോളജിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെയാവും ചോദ്യങ്ങൾ വരിക. അതായത് ഇപ്പം ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണ്, അതായത് ഇപ്പം എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട്, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടി പറ്റുക, ഏത് ടെക്നോളജിയാണ് അതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആവും വരുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം, ഗ്രീൻ ടെക്നോളജി എന്നുള്ളത് ചൂസ് ചെയ്യണം.
അതായത് എങ്ങനെ ഏതൊക്കെ ടെക്നോളജി യൂസ് ചെയ്താലാണ് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വരുന്നത്. അപ്പൊ അതിന് ഏത് ടെക്നോളജി ചൂസ് ചെയ്യണം? ഗ്രീൻ ടെക്നോളജി ചൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചോദ്യങ്ങൾ ഇപ്പൊ ഇതുപോലെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ആർക്കിടെക്ചർ, അതുപോലെ സോളാർ പാനൽസ്. ഈ സോളാർ പാനൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഏത് ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു വളഞ്ഞു മൂക്ക് പിടിച്ച ചോദ്യങ്ങളൊക്കെ ആവും ഇതിൽ വരുന്നത്. കുറച്ചുകൂടി ട്വിസ്റ്റ് ചെയ്ത ചോദ്യങ്ങളാവും. അപ്പൊ അങ്ങനത്തെയൊക്കെയാണ് ഇതിൽ പ്രതീക്ഷിക്കേണ്ടത്. ഒരിക്കലും ഇപ്പൊ നേരിട്ടൊന്നും ചോദിക്കില്ല. അപ്പൊ ഈ ഗ്രീൻ ടെക്നോളജി എന്നുള്ള കാര്യം കുറച്ച് നല്ല ഡെപ്തിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത്രയും സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ നന്നായി പഠിക്കും. LSGSന്റെ പ്രിലിംസ് ഒക്കെ ഡേറ്റ് അടുത്ത് വരികയാണ്. അപ്പം നന്നായി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.